ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയുടെ ഗർഭനാടകം അവസാനിക്കാൻ പോവുകയാണ്. ഇനി 2 എപ്പിസോഡുകൾ കൂടി കഴിഞ്ഞാൽ ശിവാനിയുടെ ഗർഭനാടകം പൊളിഞ്ഞു വീഴുകയാണ്. അതിനുള്ള കരുക്കളാണ് ശിവാനിയും ശിവാനിയുടെ അമ്മ രേണുകയും കൂടി ചെയ്യാൻ പോകുന്നത്. ആ കുറ്റവും നിധിയുടെ മേലിൽ ചുമത്താം എന്ന് കരുതിയിട്ടാണ് അവർ ഓരോ പ്ലാനുകളും ചെയ്യുന്നത്. അങ്ങനെ നിധിയും ഗൗതമും ഇന്ദുലേഖ ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നിധി വേഷം മാറിയിട്ടാണ് ചെല്ലുന്നത്. ശിവാനിയുടെ നാടകം പൊളിക്കാനുള്ള എല്ലാ തെളിവുകളും നിധിയും ഗൗതമും കൂടി ശേഖരിക്കുകയാണ്. അങ്ങനെ നിധി ഇന്ദുലേഖ ഡോക്ടറുടെ അടുത്തേക്ക് പേര് മാറ്റി വേഷം മാറ്റിയ രീതിയിലാണ് ചെല്ലുന്നത്. ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും നിധി എടുക്കുകയാണ്. അപ്പോൾ നിധി പോകുന്നതും നിധി സംസാരിക്കുന്നതും എല്ലാം തന്നെ നിധിയുടെ തലയിൽ ഗൗതം ക്യാമറ വെച്ചത് കൊണ്ട് എല്ലാം റെക്കോർഡ് ആവുകയാണ്. അങ്ങനെ ഗൗതം കാറിൽ ഇരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ എല്ലാം കാണുകയാണ്. അപ്പോൾ അതെല്ലാം റെക്കോർഡ് ആവുകയാണ് കേട്ടോ. അങ്ങനെ നിധി ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ധന്യ എന്നുള്ള പേരിലാണ് ചെല്ലുന്നത്. എന്നിട്ട് ഡോക്ടറുമായിട്ട് വളരെ ദയനീയമായിട്ട് നിധി സംസാരിക്കുകയാണ്. എൻ്റെ പേര് ധന്യ, ഞാനൊരു പണക്കാര വീട്ടിലെ പെൺകുട്ടിയാണ്. പക്ഷേ എനിക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യമില്ല. എനിക്കൊരു കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് മറ്റൊരു പെണ്ണിനെ ഇപ്പോൾ കല്യാണാലോചന നടത്തുകയാണ് എൻ്റെ അമ്മായിയമ്മ. അതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഞാൻ എങ്ങനെ സഹായിക്കാനാണ്? എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ കല്യാണാലോചനയൊന്നും നടക്കരുത്. അതിനുള്ള വഴിയാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അതിനുവേണ്ടി ഡോക്ടർ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരണം. ഞാൻ ഗർഭിണിയാവും എന്നുള്ളതും എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നും എനിക്കൊരു അമ്മയാവാൻ കഴിയും എന്നുള്ളതിനുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എനിക്ക് ഡോക്ടർ ഉണ്ടാക്കി തരണം. അത് കേട്ടപ്പോൾ ഡോക്ടർ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ്, എന്നെ കൈവിട്ട് കളയരുത് ഡോക്ടർ. എനിക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടാവും, എനിക്കൊരു അമ്മയാവാൻ കഴിയും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയുമില്ല. എൻ്റെ ഹസ്ബൻഡിനെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ അവർ ശ്രമിക്കുകയുമില്ല. ഡോക്ടർ പറഞ്ഞു, ഇല്ല എനിക്കതിനൊന്നും കഴിയില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം ഇതൊക്കെ കാറിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം ഇങ്ങനെ കാണിക്കുന്ന ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ ഡോക്ടർ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഡോക്ടറെ പോലെയാണല്ലോ പെരുമാറുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ ഗൗതം പറയാണ് കേട്ടോ. ഡോക്ടർ ദേഷ്യത്തിൽ നിധിയോട് പറഞ്ഞു, ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിധി പൊട്ടിക്കരയുന്നത് പോലെ അങ്ങ് അഭിനയിച്ചോട് പറയണ, അങ്ങനെ പറയരുത് ഡോക്ടർ, എന്നെ കൈവിട്ട് കളയരുത്. എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും ഒരു പാവമാണ്. അവർ ഒരു പക്ഷേ എൻ്റെ ജീവിതം തകർന്നു എന്നുള്ള ടെൻഷനിൽ അവർ മരിച്ചു പോവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധി അഭിനയിച്ചുകൊണ്ട് കരയുന്നത്. അത് കണ്ടപ്പോൾ ഡോക്ടർ പറയാണ്, എന്നെ ഒന്ന് മനസ്സിലാക്കുക ധന്യ, എൻ്റെ ജോലിയിൽ എനിക്ക് കള്ളത്തരം കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നിധി പറയാണ്, ഡോക്ടർ അങ്ങനെ പറയരുത്. ഡോക്ടർക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ ഭർത്താവ് ഒരു കോടീശ്വരനാണ്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും നല്ല പണക്കാരാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്നും ഞാൻ ഒരു പെർസെൻറ്റേജെങ്കിലും ഞാൻ ഡോക്ടർക്ക് തന്നിരിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അതിനുവേണ്ടി അഡ്വാൻസ് ആയിട്ട് ഞാൻ ഡോക്ടർക്ക് 50,000 രൂപ തരാം എന്ന് പറയട്ടോ. അപ്പോൾ ഡോക്ടർ, ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാൻ 1,00,000 തരാം എന്ന് പറയുമ്പോഴും ഡോക്ടർ, പറ്റില്ല എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കിങ്ങനെ കള്ളത്തരം കാണിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി പറയാണ്, എങ്കിൽ ഞാൻ 1,50,000 രൂപ തരാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഡോക്ടർക്ക് അഡ്വാൻസ് ആയിട്ട് 2,00,000 രൂപ തന്നെ തരാമെന്ന് പറഞ്ഞതോടുകൂടി ഡോക്ടറുടെ മനസ്സ് മാറുകയാണ്. അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് കൊണ്ട് എനിക്ക് വല്ല പ്രശ്നവും വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ, ഇല്ല ഒരു പ്രശ്നവും വരില്ല ഡോക്ടറെ, ഞാൻ അതിന് ഒറ്റിക്കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഡോക്ടർ ഇതുപോലെ പണം വാങ്ങി പല ആളുകൾക്കും ഓരോന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഞാനത് അറിഞ്ഞു എന്ന് കരുതി ഞാൻ മറ്റാരോടും പറയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഡോക്ടർ പറയണേ, എങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഡോക്ടർ നിധിക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അതോടുകൂടി ഗൗതം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗതം, വെറുതെയല്ല നിധി പറഞ്ഞത്, ഈ ഡോക്ടർ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് ഗൗതം മനസ്സിൽ സ്വയം പറയുകയാണ്. അപ്പോൾ നിധിയാണെങ്കിലോ, കണ്ടില്ലേ ഗൗതം, ഇതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം, ഇങ്ങനെയാണ് ശിവാനി ഇവരെ കയ്യിലെടുത്തിട്ടുള്ളത് എന്നൊക്കെ നിധിയും മനസ്സിൽ ചിന്തിക്കുക. അങ്ങനെ ഡോക്ടർക്ക് നിധി 2,00,000 രൂപ അങ്ങ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് റെക്കോർഡായിട്ട് വരികയാണ് കേട്ടോ. അതോടുകൂടി ഡോക്ടർ നിധിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവർ ലക്ഷ്യം കാണുകയാണ്. ഈ സമയം ശിവാനിയും രേണുകയും കൂടി പ്ലാൻ ചെയ്യുകയാണ്. ശിവാനി ഗർഭിണിയല്ല എന്നുള്ള സത്യം രേണുക അറിഞ്ഞതോടുകൂടി രേണുക ശിവാനിയെ പൊതിരെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ എന്നെ അടിക്കരുത്, പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തത്? നീ ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് എത്ര ദിവസം അവിടെ പിടിച്ചു നിൽക്കും? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഈ കള്ളത്തരം പൊളിയില്ലടി എന്ന് ചോദിക്കുമ്പോൾ ശിവാനി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രേണുക പറയണം, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു, ഞാനൊരു മുത്തശ്ശിയാവുമെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടേക്ക് വന്നതും ഇവിടെ നിന്നെ ഈ ഡോക്ടറെ
കാണിക്കാനുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി വന്നത്, എന്നിട്ട് നീ ഇതെല്ലാം തകർത്തല്ലോടി, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നിധി കാരണമാണ്, നിധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിധി അമ്മയാണോ എന്ന് അറിഞ്ഞതോടുകൂടി പിന്നെ എനിക്കും എത്രയും പെട്ടെന്ന് അമ്മയാവണം എന്ന് എനിക്ക് തോന്നി. കാരണം നിധിയാണ് ആദ്യം പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിധിയെ ഏൽപ്പിക്കുമെന്നും നിധിയാണ് ആ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിക്കുക എന്നൊക്കെ കേട്ടതോടുകൂടി എനിക്കാണ് ആദ്യം തന്നെ അമ്മയാവേണ്ടത് എന്ന് എനിക്ക് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് നിധിയുടെ കുഞ്ഞിനെ തന്നെ ഞാൻ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ശിവാനി രേണുകയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അത് കേട്ടപ്പോൾ രേണുക പറയണേ, നീ എന്ത് തന്നെ വന്നാലും നീ അവിടെ പിടിച്ചു നിൽക്കണം, നീ ഒരിക്കലും ആ വീട് വിട്ട് ഇറങ്ങരുത്. അഥവാ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ നിന്റെ ഈ കള്ളത്തരമെല്ലാം പ്രണവ് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ ചെലവിൽ ജീവിക്കാനൊന്നും, നമുക്ക് ലാവിഷായി ജീവിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നിനക്ക് കഴിയാവുന്നിടത്തോളം അധികം പൈസ ആ വീട്ടിൽ നിന്നും നീ എടുക്കണം, എന്നാൽ പിന്നെ നിന്റെ അച്ഛൻ്റെ മുന്നിൽ നമുക്ക് കൈ നീട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണുക പിന്നെ ശിവാനിയെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഈ കള്ളത്തരം പിടിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു വഴി നീ കണ്ടുപിടിക്കണം, പ്രണവിനെ നിന്റെ കൈക്കുള്ളിലാക്കണം, പ്രണവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാവുന്നിടത്തോളം പണവും നീ സ്വന്തമാക്കണം എന്നൊക്കെ രേണുക ശിവാനിയെ ഉപദേശിച്ചു കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വിടുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ശിവാനി അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ്. നിധിയെ തന്നെ ഇതിൽ കരുവാക്കണം, എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങാൻ കഴിയില്ല, ഈ വീടും ഈ സമ്പത്തും എനിക്കൊരിക്കലും നഷ്ടപ്പെടരുത്, അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി ഇനി അടുത്ത പ്ലാൻ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് രേണുകയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ, അമ്മ ഞാൻ പറഞ്ഞ ദിവസം ഇവിടേക്ക് വരണം. അപ്പോൾ രേണുക അങ്ങ് പേടിച്ചിട്ട് പറയണേ, എന്തിന്, ഞാനൊന്നും അവിടേക്ക് വരില്ല, നീ ഗർഭിണിയല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്കും അവരുടെ കയ്യിൽ നിന്നും അടി കിട്ടും, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ അവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ, അമ്മ ഞാൻ ആദ്യം പറയുന്നതൊന്ന് കേൾക്ക്, അമ്മ ഈ വീട്ടിലേക്ക് വരണം, എന്നിട്ട് അവിടെ വസുന്ധര ആൻറ്റിയോടും പാർവതി ആൻറ്റിയോടും ഒക്കെ ഇരുന്ന് സംസാരിക്കണം, പിന്നെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി, എൻ്റെ റൂമിലേക്ക് അമ്മ കയറി വരരുത് എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് നീ ചെയ്യുന്നത്, അതാദ്യം എന്നോട് പറ എന്ന് പറയുമ്പോൾ, ആദ്യം അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ നിധിയെ കുരുക്കാനുള്ള വഴിയാണ് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കണം, ഞാൻ ഗർഭിണിയാണ് എന്ന് തന്നെ ഇവരെല്ലാവരും വിശ്വസിക്കണം, അതിനുള്ള വഴിയാണ് അമ്മ ഞാൻ പറയുന്നത് പോലെ ഇവിടേക്ക് വരണം, എന്നിട്ട് പാർവതി ആൻറ്റിയോടും വസുന്ധര ആൻറ്റിയോടും സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, അല്ലാതെ എൻ്റെ റൂമിലേക്കൊന്നും വരണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് പ്ലാന് എന്നൊന്നും ശിവാനി രേണുകയോട് പറയുന്നില്ല. അങ്ങനെ ഫോൺ വെച്ച ശേഷം ശിവാനി പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ പ്രണവ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പ്രണവാണെങ്കിലോ ശിവാനി ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനെന്താ ഇന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലല്ലോ, ഞാനൊരു ഗർഭിണിയാണ് എന്നൊന്നും ഇവനിപ്പോൾ എന്താ എന്നോടൊരു സ്നേഹമൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയം നിധിയും ഗൗതമും ഡോക്ടറുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ശിവാനി ആണെങ്കിലോ പ്രണവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുന്ന സമയത്ത്, എന്താ പ്രണവ് നീ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലല്ലോ, ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നുള്ളൊരു പരിഗണന പോലും നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്നില്ലല്ലോ, പിന്നെ എത്ര പ്രാവശ്യം എനിക്ക് വയ്യാതെ ഇവിടെ തളർന്നിരിക്കുന്നു, ഞാൻ ഛർദ്ദിക്കുന്നു, എന്നിട്ട് പോലും നീ എന്താ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ എന്ത് വേണം എന്ന് പ്രണവ് ചോദിക്കാട്ടോ. അതെന്താ പ്രണവ് അങ്ങനെ പറയുന്നത്, പിന്നെ നീ ഓരോന്നും ചെയ്തു വെക്കുന്നത്, നീ ശരിക്കും ഒരു അമ്മയാണ് എന്നുള്ള ആ ഒരു ഇതിലല്ലല്ലോ നീ ചെയ്യുന്നത്, നീ ഒരു ഗർഭിണിയാണ് എന്ന് പോലും ഓർക്കാതെയാണ് നീ ഏട്ടത്തിയെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതും, ഏട്ടത്തിയെ കള്ളക്കേസിൽ കുടുക്കി നീ ജയിലിലാക്കാൻ വേണ്ടി നോക്കിയതും, ഇതൊക്കെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുമോ, സ്വന്തം കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ക്രൂരമായി ചിന്തിക്കാനൊക്കെ കഴിയുമോ എന്നും പറഞ്ഞ് പ്രണവ് കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ശിവാനി പിന്നെ അടവ് മാറ്റുകയാണ്, ഇവനിപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെയാണല്ലോ സംസാരിക്കുന്നത്, ഇപ്പോഴും ഏട്ടത്തി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഇവൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരു കയ്യിലെടുക്കുക എന്ന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അങ്ങ് അഭിനയിച്ച് കരയുകയാണ്. അപ്പോൾ പ്രണവ് പറയണേ, നീ എൻ്റെ മുന്നിൽ വെറുതെ അഭിനയിച്ചുകൊണ്ട് കരയാനൊന്നും നിൽക്കണ്ട, എൻ്റെ മനസ്സങ്ങ് അലിയാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി അപ്പോൾ പ്രണവിന് എന്താ ഞാൻ ഒരു പ്രസവിക്കുന്ന ഒരു മെഷീനായിട്ട് മാത്രമാണോ പ്രണവ് എന്നെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രണവ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ, പ്രണവിന് എന്നെയും കുഞ്ഞിനെയും തീരെ താല്പര്യമില്ലാത്ത പോലെ, ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത പോലെയല്ലേ പ്രണവ് ഇപ്പോൾ പെരുമാറുന്നത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പം തന്നെ അങ്ങ് ഇല്ലാതായ പോരെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആ ഒരു ഡോറിൻ്റെ അവിടെ പോയിട്ട് തല ഇങ്ങനെ അടിക്കാൻ കേട്ടോ. എന്താണ് ശിവാനി നീ ഈ കാണിക്കുന്നത് എന്ന് അപ്പോൾ പ്രണവ് പറയണേ. അപ്പോൾ ശിവാനി മനസ്സിൽ ഇവന് മാറി തുടങ്ങിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും തല ഡോറിൽ ഇടിക്കുകയാണ്. അപ്പോൾ പ്രണവ് ശിവാനിയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, എന്നെ തൊടണ്ട പ്രണവ്, എന്നെ തൊടണ്ട, ഞാനും കുഞ്ഞുങ്ങളും ഇല്ലാതാവുന്നതാണ് ഏറ്റവും നല്ലത്, പ്രണവിന് ഞങ്ങളോട് ഒരു സ്നേഹവുമില്ല, പ്രണവിന് ഈ റൂമിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പ്രണവിനെ അങ്ങ് ഉന്തി തള്ളി റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്.
നിൽക്കുകയാണ് ശിവാനി. എന്നിട്ട് ഡോർ അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി റൂമിൽ തനിച്ചായ സമയത്ത് ശിവാനി സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. ഇവനെല്ലാം വിശ്വസിച്ചു, ഇനിയിപ്പോൾ ഇവൻ എൻ്റെ വഴിക്ക് തന്നെ വന്നോളും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശിവാനി ബെഡിലിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം പ്രണവാണെങ്കിലോ വെപ്രാളം പിടിച്ചിട്ട് ശിവാനി ഇനി അരുതാത്തൊന്നും ചെയ്യല്ലേ, ശിവാനി ഇനി ഒന്ന് കതക് തുറക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശിവാനിയാണെങ്കിലോ പ്രണവിൻ്റെ ആ വെപ്രാളവും ടെൻഷനും ഒക്കെ കാണുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ശിവാനി ബെഡിലിരിക്കുന്നത്. ഈ സമയം ആകുമ്പോഴത്തേക്കും നിധിയും ഗൗതമും വീട്ടിലെത്തുകയാണ്.